അല്ലാഹു പറയുന്നത് ആലിക്കും അല്ലാഹു റബ്ബുക്കും, നിങ്ങളുടെ അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവനാണ്. എങ്ങനെയുള്ളവൻ? നിങ്ങൾക്ക് മഴ നൽകിയ, ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്ന, അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ ഉപജീവനങ്ങൾ മുഴുവനും നിങ്ങൾക്ക് മുളപ്പിച്ചു തന്ന, നിങ്ങളെ പൂർണ്ണമായി പരിപാലിച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു തആല ലഹുൽ മുൽക്കു, അവനാകുന്ന ഒരു രാജാധികാരം. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെയൊക്കെ വിളിക്കുന്നുണ്ടോ? അല്ലാഹു പറയുന്നു ഞാനല്ല. മായംലികൂന മിൻ ഖത്മീ, ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാടയുടെ മുകളിലുള്ള, നോക്കി നിങ്ങൾ, ഈത്തപ്പഴക്കുരുവിന്റെ മുകളിലുള്ള പാടയുണ്ടല്ലോ, ആ പാടയുടെ അത്ര പോലും ഉടമപ്പെടുത്തുന്നില്ല. അല്ലാഹുവിന്റെ ഒരു ഉദാഹരണത്തിന്റെ ആ അത്ഭുതം നിങ്ങൾ കാണണം, അതിന്റെ വിശാലത. അതിനെ ചിന്തിക്കുന്ന ആളുകൾക്ക് എത്ര വലിയ ദൃഷ്ടാന്തമുണ്ട്. ഈത്തപ്പഴക്കുരു, ഈത്തപ്പഴത്തിനകത്തുള്ള ഒരു കുരു, അതിന്റെ മുകളിൽ കട്ടി കുറഞ്ഞൊരു പാടയുണ്ട്. എത്ര ദുർബലമാണത്. അതുപോലെയാണ് അല്ലാഹു തആലക്ക് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവര് ഒരിക്കലും നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തരുന്നില്ല. എന്നിട്ട് അവിടുന്ന് പറയുന്നു തദ്ഊഹു, നിങ്ങളവരെ വിളിച്ചാൽ, നിങ്ങളവരെ വിളിച്ചു തേടിയാൽ ലാ യസ്മഊ ദുആക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല. വലൗ സമീഉ, കേൾക്കുമെന്ന് നിങ്ങൾ സങ്കൽപ്പിച്ചാലോ അവർ നിങ്ങൾക്ക് ഉത്തരവും ചെയ്യൂല. വയൗമൽ ഖിയാമത്തി യഖ്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്യുന്ന ശിർക്കിനെ ഖിയാമത്ത് നാളിൽ അവര് നിഷേധിക്കുന്നതാണ്. അവർ പറയും, മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലികൾ പറയും, അല്ലാഹുവേ ഞങ്ങൾ കൽപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളെ വിളിച്ചു തേടാൻ ഞങ്ങൾക്ക് നീ തന്ന മുഇസ്സത്തിന്റെ കറാമത്തിന്റെ അടിസ്ഥാനത്തില് ഞങ്ങൾക്ക് ഐബറിയും, ഞങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ളതറിയും, അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് തേടിക്കോളൂ എന്ന് അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം നിന്നോട് തേടാനല്ലേ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് മഹാന്മാര് മുഴുവനും കൈയൊഴിയുമെന്ന് മാത്രമല്ല, അല്ലാഹു തആല സഹോദരങ്ങളെ ആ പ്രവൃത്തിയെ ശിർക്കാണ് എന്നും ശിർക്ക് ചെയ്തവർക്ക് നരകം നൽകുമെന്നും പറയുന്നു. എന്നിട്ട് ഈ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹനെ പോലെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേറെ ആരുമില്ല. ഇത് നമ്മൾ പറഞ്ഞുതരാണ്, നമ്മളെ ബാധ്യതയാണ്. വെറുപ്പുണ്ടാകും, വിഷമുണ്ടാകും. ത്യാഗത്തിലുള്ള സ്വർഗത്തിൽ പോണെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് എന്ന് ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞല്ലോ. ആ പ്രയാസം ഒന്നാമത്തെ മേഖലയിൽ തന്നെ കടന്നു വരും. എന്ന് പറഞ്ഞാൽ ശിർക്ക് അരിച്ചു വരുന്ന വിശ്വാസങ്ങൾ പരിശോധിച്ചതിൽ മാറാൻ തയ്യാറാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവത്തോടു കൂടിയാണ് സഹോദരങ്ങളെ ശിർക്ക് അരിച്ചു വരുന്ന വിശ്വാസങ്ങളെ നമ്മിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു പടപ്പിനെയും വിളിച്ച് സത്യം ചെയ്യാൻ പാടില്ല. ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മൻ ഖലഫ ബിഗൈരില്ലാഹ്, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് കഫറ ഔ അശ്റക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു അല്ലാത്തവർ വിളിച്ച് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു, അവൻ കാഫിറായി. അപ്പൊ ബദരീങ്ങളാണ് സത്യം, അമ്പർത്ത തങ്ങളാണ് സത്യം, ഈ കൊടിഞ്ഞീത്ത പള്ളിയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആലയുടെ സൃഷ്ടികളെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്യുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മുഅ്മിനുകളെ അത് ഒരിക്കലും തന്നെ നമുക്ക് പാടില്ല. പക്ഷെ ഇന്ന് മനുഷ്യന്മാരില് അല്ലാഹുവാണ് സത്യം എന്ന് പറയാൻ, വല്ലാഹി എന്ന് പറയാൻ ഒരു മടിയില്ല. ഉണ്ടോ? കോടതിയിലൊക്കെ അന്യന്റെ മുതൽ കെട്ടിട്ട് പിടിച്ചു വലിച്ചിട്ട് കേസ് വന്നാൽ അവിടെ കയറിയിട്ട് ചോദിക്കുമ്പോ ആദ്യം തന്നെ പറയുന്നത് എന്താ? ദൈവത്തെ കൊണ്ട് സത്യം പറയുമോ? ഓ പറയും, അല്ലാഹുവാണ് സത്യം, ഞാൻ ചെയ്തിട്ടില്ല. അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് മഞ്ചേരി കോടതിയിൽ ഒരു കേസെത്തി. എന്താ കേസ്? ഒരു കുടുംബത്തിന് വലിയൊരു തുക കളവ് പോയപ്പോൾ അത് എടുത്തത് കുടുംബത്തിൽപ്പെട്ടവരാണ് എന്നറിയാം, പക്ഷേ അത് തെളിയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയി. അല്ലാഹനെ വിളിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ തൊട്ട് സത്യം ചെയ്തു. കേസുകൾ മുന്നോട്ട് പോയപ്പോൾ അവസാനം അത് തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് പൊന്നാനി ഇണിക്കെട്ട ജാറത്തിലേക്ക് മാറ്റിയാന്ന് പറഞ്ഞു. ആ പള്ളിയിൽ പോയിട്ട് ആ കയറ് പിടിച്ചിട്ട് സത്യം ചെയ്താൽ മതി. അല്ലാഹു അല്ലാത്തവരെ പേരിലാണ് സത്യം, അല്ലാഹുവിന്റെ പേരിലല്ല. അവിടെ കിടക്കുന്ന ഔലിയ, ആ പള്ളിയിലുള്ള ആ അല്ലെങ്കിൽ കൊടിഞ്ഞിപ്പള്ളി, അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ഖബർ കെട്ടിയുയർത്തപ്പെട്ട അങ്ങനെയുള്ള സ്ഥലമുണ്ടല്ലോ, ആ ജാറത്തിങ്ങ് പോയിട്ട് അവിടെ നിന്ന് സത്യം ചെയ്താൽ മതി, എങ്കിൽ കേസ് പിൻവലിക്കാന്ന വിധി അങ്ങനെ വെച്ചു. കുടുംബസമേതം ഒരു വാഹനത്തിൽ യാത്ര പോവുകയാണ്. വഴിമധ്യേ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, വാഹനം തിരിച്ചു വിട്ടോളി, നമുക്ക് അങ്ങനെ പോകണ്ട. എന്ത്? ഞങ്ങളല്ലേ എടുത്തത്. അല്ലാഹനെ വിളിച്ച് 100 വട്ടം സത്യം ചെയ്ത മനുഷ്യന്മാർക്ക് അല്ലാഹന്റെ പടപ്പുകളെ വിളിച്ച് സത്യം ചെയ്യാൻ പേടി. കാരണം എന്താ? കറാമത്തിലൂടെ വയറ്റുന്ന് ചോര പോകും.
വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിനുള്ളിൽ കയറുമ്പോ ഇസ്ലാമികമായ നിബന്ധനകളൊക്കെ ചിലപ്പോൾ പാലിക്കാതെ പോകും. ഇഖ്ലാസ് ഉണ്ടാവൂല, ഖുശൂ ഉണ്ടാവൂല, ചൊറിഞ്ഞ് മാന്തി കോട്ടാവിട്ട് അല്ലെ നിസ്കാരം കഴിഞ്ഞാലോ പൊടി തട്ടിയിട്ട് മിഹ്റാബിലേക്ക് മൂടാക്കിയിട്ട് തിരിച്ചും പോരും. എന്നാ ജാർത്തിക്കൊക്കെ പോകുന്ന ഒരാളുകൾ കണ്ടിട്ടുണ്ടോ? വളരെ തക്കവയോടുകൂടി ഒന്നെടുത്ത് ചെരുപ്പ് കഴിച്ചു കാൽമുട്ടുകൾ ഇങ്ങനെ പറച്ച് ചുണ്ടുകളൊക്കെ ഇടറി അവൻ നേരെ പോകും. അങ്ങനെ വളരെ ആത്മാർത്ഥമായി ഹൃദയം ഇങ്ങനെ വിതുമ്പി കണ്ണുനീരൊഴുകി സങ്കടങ്ങൾ അവിടെ മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ പറയും. എന്നിട്ട് തിരിച്ചു പോരുമ്പോഴോ തങ്ങൾക്ക് നിന്റെ മൂട് കണ്ടാല് അപകടാകുമെന്ന് വിചാരിച്ചിട്ട് കുഴിയാന പോലെ മാതിരി പിന്നിക്കന്നടിക്കും. ഞാൻ വെറുതെ പറയല്ലത്, പരിഹസിക്കല്ല. കാരണം എന്താ? ആ രൂപത്തിലാണ്. എന്നാ സഹോദരങ്ങളെ, ഇതൊരിക്കലും ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല. ഇതൊരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല. അത് ശിർക്കാണ്. നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്.